ഹരി ഓം. ശ്രീമദ്ഭാഗവതം ഷഷ്ഠസ്കന്ധം 18-ാം അധ്യായം പാരായണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ ഷഷ്ഠസ്കന്ധേ 18-ാം അധ്യായം. ശ്രീശുക ഉവാച. പ്രശ്നിശ്ചു പത്നി സവിതോ സാവിത്രീം വ്യാഹൃതിം ത്രയീം അഗ്നിഹോത്രം പശും സോമം ചാതുർമാസ്യം മഹാമഖാൻ സിദ്ധിർഭഗസ്യ ഭാര്യാംഗ മഹിമാനം വിഭും പ്രഭും ആശിഷം ച പരാരോഹാം കന്യാം പ്രാസൂത സുവ്രതാം ധാതുക്കുഹോസിനി ബാലി രാഗാചാനുമതിസ്തഥാ സായം ദർശമഥ പ്രാതഃ പൂർണ്ണമാസമനുക്രമാത് അഗ്നീൻ പുരീഷ്യാനാധത്ത ക്രിയായാം സമനന്തരഃ ചർഷണീ വരുണസ്യാസീത് യസ്യാം ജാതോ ഭൃഗു പുനഃ വാത്മീകിശ്ച മഹായോഗി പത്മീകാത് അഭവത് കില അഗസ്ത്യശ്ച വസിഷ്ഠശ്ച മിത്ര വരുണയോർ ഋഷി രേത ശിശിചതുകുംഭേ ഉർവശ്യാ സന്നിധൗ ദ്രുതം രേവത്യാം മിത്ര ഉത്സർഗം അരിഷ്ടം വിഫലം യഥാത് പൗലോമ്യാം ഇന്ദ്ര ആധത്ത ത്രീൻ പുത്രാനിധി ന ശ്രുതം ജയന്തം ഋഷഭം താത തൃതീയം മീഢുഷം പ്രഭോ ഉരുക്രമസ്യ ദേവസ്യ മായാവാമനരൂപിണ കീർത്തോപജ്ഞാം ബൃഹശ്ലോക തസ്യാസൻ സൗഭഗാദയ തത്കർമ്മ ഗുണവീര്യാണി കാശ്യപസ്യ മഹാത്മനഃ പശ്ചാത് വക്ഷ്യാമഹേ ദിത്യാം യഥൈവാവതാരഃ അഥ കശ്യപദായാതാൻ ദൈതേയാൻ കീർത്തയാമിതേ യത്ര ഭാഗവത ശ്രീമാൻ പ്രഹ്ലാദോ ബലിരേവ ച ദിദേർദ്വാവേവ ദായാദൗ ദൈത്യ ദാനവ വന്ദിതൗ ഹിരണ്യകശിപുർനാമ ഹിരണ്യാക്ഷശ്ച കീർത്തിതൗ ഹിരണ്യകശിപോർഭാര്യ കയാധുർനാമ ദാനവീ ജംഭസ്യ തനയാ ദത്ത സുഷുവേ ചതുരസുതാൻ സംഹ്ലാദം പ്രാഗ് അനുഹ്ലാദം ഹ്ലാദം പ്രഹ്ലാദമേവ ച തത്സ്വസാ സിംഹികാ നാമ രാഹും വിപ്രചിതോ ഗൃഹീത് ശിരോഹരത്യസ്യ ഹരിഃ ചക്രേണ പിബതോ മൃതം സംഹ്ലാദസ്യ കൃതിർഭാര്യ ആസൂത പഞ്ചജനം തഥാ ഹ്ലാദസ്യ ധമനിർഭാര്യ അസോദ വാതാപിമില്വലം. നീട്ടി വായിച്ചാലും ശരി കുഴപ്പമില്ല കേട്ടോ, ഒന്നിച്ച് വായിക്കുമ്പം ധമിനിർ ഭാര്യാസൂത എന്ന് വായിക്കണം. നിർത്തിയെങ്കിൽ ധമിനിർ ഭാര്യ എന്ന് നിർത്തിയെങ്കിൽ പിന്നെ അസൂത എന്ന് വായിച്ചാൽ മതി. ഹ്ലാദസ്യ ധമനിർഭാര്യാസൂത വാതാപിമില്വലം യോഗസ്ത്യായ തു അതിഥയെ പേചേ വാതാപിം ഇൽവലഹ അനുഹ്ലാദസ്യ സൗമ്യായാം ബാഷ്കളോ മഹിഷസ്തഥാ വിരോചനസ്തു പ്രാഹ്ലാദിർ ദേവ്യസ്തസ്യാഭവദ്ബലിഃ ബാണജ്യേഷ്ഠം പുത്രശതം അശനായാം തതോഭവത് തസ്യാനുഭാവസു ശ്ലോക്യഃ പശ്ചാദേവാഭിധാസ്യത്തെ ബാണ ആരാധ്യ ഗിരിശം ലേഭേ തദ്ഗണമുഖ്യതാം തത്പാർശ്വേ ഭഗവാനാസ്തേ യദ്യാപി പുരലോപാലകഃ. രാജോവാച. കഥം ത ആസുരം ഭാവം അപോഹ്യ ഉത്പത്തികം ഗുരോ ഇന്ദ്രേണ പ്രാപിത സാമ്യം കിം തദ് സാധുകൃതം ഹിതൈ ഇമേ ശ്രദ്ധധത്തെ ബ്രഹ്മൻ ഋഷയോ ഹി മയാ സഹാം പരിജ്ഞാനായ ഭഗവൻ തന്നോ വ്യാഖ്യാതുമർഹസി. സൂത ഉവാച. തദ് വിഷ്ണുരാ തസ്യ സഭാതരായ നിർവചോ നിശമ്യാതിർതമൽപം അർദ്ധവത് സഭാജയൻ തന്നുഭൃതേന ചേതസാ ജഗാദസത്രായണ സർവദർശനഃ. ശ്രീശുക ഉവാച. ഹതപുത്രാദിതി ശക്രപാഷ്ണിഗ്രാഹേണ വിഷ്ണുന മന്യുന ശോകദീപ്തേന ജ്വലന്തി പര്യചിന്തയത് കഥാനുഭ്രാതൃഹന്താരം ഇന്ദ്രിയാരാമമുൽബണം അക്ലിന്നഹൃദയം പാപം ഘാതയിത്വാ ശയേ സുഖം കൃമി വിഡ്ഭസ്മസപ്ഞാസീത് യസ്യേഷാഭിഹിതസ്യ ച ഭൂതധൃഗ് തത്കൃതേ സ്വാർത്ഥം കിം വേദ നിരയോ യതഃ
ആശാസാനസ്യ തസ്യേദം ധ്രുവമുന്നദ്ധചേതസഃ മദശോഷക ഇന്ദ്രസ്യ ഭൂയാത് യേന സുതോ ഹിമേ ഇതി ഭാവേന സാ ഭർത്തുർ ആചചാരാസകൃത്പ്രിയം ശുശ്രൂഷയാനുരാഗേണ പ്രശ്രയേണ ദമേന ച ഭക്ത്യാ പരമയാ രാജൻ മനോജ്ഞൈർവൽഗുഭാഷിതൈഃ മനോജഗ്രാഹഭാവജ്ഞ സുസ്മിതാപാംഗവീക്ഷണൈഃ ഏവം സ്ത്രിയാ ജഡീഭൂതോ വിദ്വാനപി വിദഗ്ധയാ ബാഢമിത്യാഹ വിവശോ ന തच्चित्रं हि യോഷിതി വിലോകൈകാന്തഭൂതാനി ഭൂതാന്യാദൗ പ്രജാപതി സ്ത്രിയം ചക്രേ സ്വദേഹാർദ്ധം യയാ പുംസാം മതിർഹൃദാ ഏവം ശുശ്രൂഷിതസ്താദാ ഭഗവാൻ കശ്യപസ്ത്രിയാ പ്രഹസ്യ പരമപ്രീതോ ദിതിമാഹാഭിനന്ദ്യ ച കശ്യപ ഉവാച വരം വരയവാമോരോ പ്രീതസ്തേഹമനിന്ദിതേ സ്ത്രിയാ ഭർത്തരി സുപ്രീതേ കക്കാമയിഹ ചാഗമഃ പതിരേവ ഹി നാരീണാം ദൈവതം പരമം ശ്രുതം മാനസ സർവഭൂതാനാം വാസുദേവ ശ്രിയഃ പതിഃ സ ഏവ ദേവതാലിംഗൈർ നാമരൂപവികൽപ്പിതൈഃ യുജ്യതേ ഭഗവാൻ പുംഭിഃ സ്ത്രീഭിശ്ച പതിരൂപധൃകം തസ്മാത് പതിവ്രതാ നാര്യഃ ശ്രേയസ്കാമാസു മധ്യമേ യജന്തേനന്യഭാവേന പതിമാത്മാനമീശ്വരം സോഹം ത്വയാർച്ചിതോ ഭദ്രേ ഈദൃഗ്ഭാവേന ഭക്തിതഃ തത്തേ സമ്പാദയേ കാമം അസതീനാം സുദുർലഭം വരദോ യതി മേ ബ്രഹ്മൻ പുത്രമിന്ദ്രഹണം വൃണേ അമൃത്യും മൃതപുത്രാഹം യേന മേ ഖാദിതൗ സുതൗ നിശമ്യ തദ്വചോ വിപ്രോ വിമന പര്യതപ്യത അഹോ അധർമ്മ സുമഹാൻ അദ്യ മേ സമുപസ്ഥിതഃ അഹോ അദ്യേന്ദ്രിയാരാമോ യോഷിന്മയ്യേഹ മായയാ ഗൃഹീതചേതാ കൃപണഃ പതിഷ്യേ നരകേ ധ്രുവം കോതിക്രമോനുവർത്തന്ത്യാഃ സ്വഭാവമിഹ യോഷിതഃ ദിങ്മാം ബുധാബുധം സ്വാർത്ഥേ യദഹം തു അജിതേന്ദ്രിയഃ ശരത്പത്മോത്സവം വക്രം വജശ്ച ശ്രവണാമൃതം ഹൃദയം ക്ഷുരധാരാഭം സ്ത്രീണാം കോ വേദചേഷ്ടിതം നഹി കശ്ചിത് പ്രിയസ്ത്രീണാം അഞ്ജസാ സ്വാശിഷാത്മനാം പതിം പുത്രം ഭ്രാതരം മാ ഘ്നന്ത്യർത്ഥേ ഘാതയന്തി ച പ്രതിശ്രുതം ദദാമീതി വജസ്തന്ന മൃഷാ ഭവേത് വധം നാർഹതി ചേന്ദ്രോപി തത്രേതമുപകൽപ്പതേ ഇതി സഞ്ചിന്യ ഭഗവാൻ മാരീച കുരുനന്ദന ഉവാച കിഞ്ചിത് കുപിത ആത്മാനം ച വിഗർഹയൻ കശ്യപ ഉവാച പുത്രസ്തേ ഭവിതാ ഭദ്രേ ഇന്ദ്രഃ ദേവ ബാന്ധവഃ സംവത്സരം വ്രതമിദം യദ് യജ്ഞോ ധാരയിഷ്യസി ദിതിരുവാച ധാരയിഷ്യേ വ്രതം ബ്രഹ്മൻ ബ്രൂഹി കാര്യാണി യാനി മേ യാനി ചേഹ നിഷിദ്ധാനി ന വ്രതം ഘ്നന്തിയാന്യുതാ കശ്യപ ഉവാച നാഹിം സ്യാത് ഭൂതജാതാനി ന ശപേന അനൃതം വദേത് അനൃതം ന ഛിന്ദ്യാത് നഖരോമാണി ന സ്പൃശേത് യദമംഗളം നാപ്സു സ്നായാൻ ന കുപ്യേത ന സംഭാഷേത ദുർജനൈഃ ന വസിതാധൗതവാസഃ സ്രജം ച വിധൃതാം ക്വചിത് നോച്ഛിഷ്ടം ചണ്ഡികാന്നം ച നാമിഷം വൃഷളാഹൃതം ഭുഞ്ജീതോദക്യയാ ദൃഷ്ടം പിബേദഞ്ജലിനാ ത്വപാ നോച്ഛിഷ്ടാ സ്പൃഷ്ടസലില സന്ധ്യായാം മുക്തമൂർധജ അനർച്ചിതാ സംയതവാങ് നാസംവീത ബഹിശ്ചരേത് നാസംവീത കേട്ടോ. ഞാൻ അർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ നോക്കിയിട്ട് വായിക്കണം. ഞാൻ ഇപ്പോൾ വായിക്കുമ്പോൾ ഒന്നിച്ച് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തോന്നുന്നത് വ്യത്യസ്തപ്പെട്ടായിരിക്കാം. അനർച്ചിത അസംയതവാക്ക് ന അസംവീത ബഹിശ്ചരേത് ന ധൗതപാദാപ്രയത നാർദ്രപാന്നോ ആർദ്രപാന്നോ എന്നാ കേട്ടോ. നനഞ്ഞ കാലുകൾ ആർദ്രമായ കാലുകളോടുകൂടി
നധൗതപാദാപ്രയത നാർദ്രപാന്നോ ഉദക്ഷിരാഹ ശയീത നാപരാങ് നാന്യൈർ നഗ്ന ന ച സന്ധ്യയോः ധൗതവാസ ശുചിർനിത്യം സർവമംഗളസംയുത പൂജയേത് പ്രാതരാശാത് പ്രാക് ഗോവിപ്രാൻ ശ്രിയമച്യുതം. സ്ത്രിയോ വീരവതീശ്ചാർച്ചേത് സ്രഗ്ഗന്ധ ബലിമണ്ഡനൈഃ പതിം ചാർച്യോപതിഷ്ഠേത ധ്യായേത് കോഷ്ടഗതം ച തം സംവത്സരം പുംസവനം വ്രതമേതദവിപ്ലുതം ധാരയിഷ്യസി ചേത്തുഭ്യം ശക്രഃ ഭവിതാ സുതഃ ബാഢം ഇത്യഭിപ്രേത്യധാദിതിരാജന്മഹാമനാഃ കാശ്യപം ഗർഭമാധത്ത വ്രതം ചാഞ്ചോ ദധാരസാ മാതൃഷ്വസുരഭിപ്രായം ഇന്ദ്ര ആജ്ഞായമാനതാം. മാതൃഷ്വസുരഭിപ്രായം ആ വാക്കങ്ങനെയാണ്. മാതൃഷ്വസുർ അഭിപ്രായം ഇന്ദ്ര ആജ്ഞായമാനത ശുശ്രൂഷണേനാശ്രമസ്താം ദിതിം പര്യചരത് കവിഃ നിത്യം വനാദസുമനസഃ ഫലമൂലസമിത്കുശാൻ പത്രാങ്കുരമൃദോ പശ്ചാ കാലേ കാല ഉപാഹരത് ഏവം തസ്യാ വ്രതസ്ഥായ വ്രതഛിദ്രം ഹരിർനൃപ പ്രേപ്സു പര്യചരദ്ജിഗ്മോ മൃഗഹേവ മൃഗാകൃതി നാധ്യഗച്ഛത് വ്രതഛിദ്രം തത്പരോധ മഹീപദേ ചിന്താം തീവ്രാം ഗതശക്രഃ കേന മേ സ്യാത് ശിവം ത്വിഹാം ഏകദാ സാധു സന്ധ്യായാമുച്ഛിഷ്ട വ്രതകർഷിത അസ്പൃഷ്ടവാര്യധൗതാംഘ്രിഃ സുഷ്വാപ വിധിമോഹിത ലബ്ധ്വാ തദന്തരം ശക്രോ നിദ്രാപഹൃതചേതസ ദിതേ പ്രവിഷ്ട ഉദരം യോഗേശോ യോഗമായയാ ചകർത്ത സപ്തധാ ഗർഭം വജ്രേണ കനകപ്രഭം രുദന്തം സപ്തധൈകൈകം മാരോദീരിതി താൻ പുനഃ തേ തമോജു പാട്യമാനാഃ സർവേ പ്രാഞ്ജലയോ നൃപ നോ ജിഘാംസസി കിം ഇന്ദ്ര ഭ്രാതരോ മരുതസ്തവാം മാ ഭൈഷ്ടഭ്രാതരോ മഹ്യം യൂയമിത്യാഹ കൗശികഃ അനന്യഭാവാൻ പാർഷദാനാത്മനോ മരുതാം ഗണാൻ. നമമാരാദിതേർഗർഭഃ ശ്രീനിവാസാനുകമ്പയാ ബഹുധാ കുലിശക്ഷുണ്ണോ ദ്രൗണ്യസ്ത്രേണ യഥാ ഭവാൻ സകൃദിഷ്ട്വാദിപുരുഷം പുരുഷോ യാതി സാമ്യതാം സംവത്സരം കിഞ്ചിദൂനം ദിത്യായത് ഹരിയർച്ചിതഃ സജോരിന്ദ്രേണ പഞ്ചാശത് ദേവാസ്തേ മരുതോ ഭവൻ വ്യപോഹ്യമാതൃദോഷം തേ ഹരിണാ സോമപാകൃതാ ദിതിരുദ്ധായ ദദൃശേ കുമാരാൻ അനലപ്രഭാൻ ഇന്ദ്രേണ സഹിതാൻ ദേവി പര്യതുഷ്യത അനിന്ദിത അധേന്ദ്രമഹതാദാഹം ആദിത്യാനാം ഭയാവഹം അപത്യമിച്ഛന്ത്യ അചരം വ്രതമേതസ്സു ദുഷ്കരം. അപത്യം ഇച്ഛന്ത്യചരം അപത്യം സന്താനത്തെ പുത്രനെ ഇച്ഛന്തി അചരം എന്നാണ് ആ വാക്ക്. അപത്യം കേട്ടോ, ആ വാക്കിങ്ങനെ എഴുതി വെച്ചോളൂ. അപത്യം ഇച്ഛന്തി അചരം അപത്യം ഇച്ഛന്തി അചരം വ്രതമേതത് സുദുഷ്കരം ഏകസങ്കൽപ്പിതപുത്രഃ സപ്തഭവൻ കഥം യതി തേ വിദിതം പുത്ര സത്യം കഥയം മാമൃഷാം. ഇന്ദ്ര ഉവാച അംബാ തേഹം വ്യവസിതം ഉപധാര്യാഗതോന്തികം ലബ്ധാന്തരോച്ഛിതം ഗർഭം അർത്ഥബുദ്ധിർന ധർമ്മവിദ് കൃത്തോ മേ സപ്തധാ ഗർഭ ആസൻ സപ്തകുമാരകാഃ തേപി ചൈകൈകശോ വൃഗ്നാഃ സപ്തധാ നാഭീമമൃരേ
തതസ്തത്പരമാശ്ചര്യം വീക്ഷ്യാധ്യവസിതം മയാ മഹാപുരുഷപൂജായ സിദ്ധിക്കാപ്യനുഷങ്കിണീ ആരാധനം ഭഗവത ഈഹമാനാ നിരാശിഷഃ യേതു നേച്ഛന്ത്യപി പരം തേ സ്വാർത്ഥകുശലാ സ്മൃതാഃ ആരാധ്യാത്മപ്രദം ദേവം സ്വാത്മാനം ജഗദീശ്വരം കോ വൃണീതേ ഗുണസ്പർശം ബുധ സ്യാന്നരകോപി യത് തദിദം മമ ദൗർജന്യം ബാലിശസ്യ മഹീയസി ക്ഷന്തുമർഹസി മാതസ്ത്വം ദിഷ്ട്യാ ഗർഭോ മൃദോദ്ധിതഃ ശ്രീശുക ഉവാച ഇന്ദ്രസ്തയാഭ്യനുജ്ഞാത ശുദ്ധഭാവേന തുഷ്ടയാ മരുദ്ഭിः സഹ താം നത്വാ ജഗാമാത്രിദിവം പ്രഭോ ഏവം തേ സർവമാഖ്യാതം യന്മാം ത്വം പരിപൃച്ഛസി മംഗളം മരുതാം ജന്മ കിം ഭൂയ കഥയാമി തേ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഷഷ്ഠസ്കന്ധേ രൂപനിരൂപണപ്രകരണേ പുംസവനസ്യ ബാഹ്യക്രിയാനിരൂപണം നാമ അഷ്ടാദശോऽധ്യായः. ഹരി ഓം.